നമസ്കാരം. സോളാറുമായിട്ട് ബന്ധപ്പെട്ട് KSEBയും KCRCയും കേരള സർക്കാരിനോട് കൊണ്ടുവന്നേക്കുന്ന പുതിയ ഡ്രാഫ്റ്റ് ബില്ല് അത് നിലവിൽ വരാൻ സ്വല്പം വൈകുന്നാണ് വാർത്ത പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ബില്ല് പാസ്സാവുന്നത് വരെയും ആരൊക്കെ ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നുവോ അവർക്കെല്ലാവർക്കും തന്നെ ആ പ്ലാന്റിൻ്റെ കാലാവധി കഴിയുന്നവരെ, അത് എത്ര കൊല്ലമായാലും അതുവരെയും നെറ്റ് മീറ്ററിംഗ് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ലാഭം നെറ്റ് മീറ്ററിംഗ് ആണ്. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നെറ്റ് ബില്ലിംഗ് ആവും. നെറ്റ് ബില്ലിങ്ങും നെറ്റ് മീറ്ററിംഗ് തമ്മിൽ ആടുമ്പോഴത്തെ വ്യത്യാസമാണ്. ലാഭം നെറ്റ് മീറ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് കൺസ്യൂമറിന്. നെറ്റ് ബില്ലിംഗ് ആയാൽ അത്ര ലാഭമൊന്നുമല്ല, ഗ്രോസ് മീറ്ററിങ്ങും അത്ര ലാഭമല്ല. അതുകൊണ്ട് ഇപ്പോൾ പ്ലാന്റ് സ്ഥാപിക്കുന്ന എല്ലാവർക്കും, അതായത് ഈ ബില്ല് പാസ്സാവുന്നത് വരെ സ്ഥാപിക്കുന്ന എല്ലാവർക്കും നെറ്റ് മീറ്ററിംഗ് കിട്ടും. കാര്യം രണ്ടിൻ്റെയും എഗ്രിമെൻറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സോളാർ പവർ പ്ലാന്റ്, അത് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ താല്പര്യമുള്ള എല്ലാവരും എത്രയും വേഗം സ്ഥാപിക്കാൻ നോക്കുക. ഇത് വൈകുമെന്ന് പറയുള്ളൂ. മിക്കവാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് താമസിക്കാൻ മിക്കവാറും അതിന് ശേഷം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്രയും ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അതിനുള്ളിൽ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാസ്സായാലേ പാസ്സുള്ളൂ, ഇനി പിന്നെ പാസ്സാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അത് പ്രഖ്യാപിച്ച ശേഷം വന്നാൽ പിന്നെ അത് നടക്കില്ല. മാത്രമല്ല, ഇപ്പോൾ 4 സ്ഥലത്ത് ഓപ്പണായിട്ട് തെളിവെടുപ്പ് നടത്തണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയേക്കവർ KCRC. അപ്പോൾ അത് ഓപ്പണായിട്ടുള്ള മീറ്റിംഗ് നടത്തണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ചാമ്പ്യൻസായി. അതല്ലാതെ നടത്താൻ പറഞ്ഞാൽ അവർ പെടും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇതിനിടയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇങ്ങോട്ട് നീണ്ടു കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് വയ്ക്കാൻ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുക. നെറ്റ് മീറ്ററിംഗ് ലാഭം തന്നെ, സംശയമൊന്നുമില്ല. അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും വളരെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു സംശയമില്ല. ഇതൊക്കെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് ഒരു സോളാർ വെച്ച ഒരു വ്യക്തിയും സോളാർ വെക്കാത്ത വ്യക്തിയും തമ്മിലുള്ള ആടുമ്പോഴത്തെ വ്യത്യാസം അവർക്ക് മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോഴത് ശരിക്കും വ്യക്തമായിട്ടത് മനസ്സിലാവുള്ളൂ. കാരണം ആ സമയത്ത് ഏറ്റവും നമുക്ക് ഉപയോഗവും കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് സോളാർ പവർ പ്ലാന്റ്, ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് വയ്ക്കാൻ താല്പര്യമുള്ളത് എത്രയും വേഗം സ്ഥാപിക്കാൻ നോക്കുക. താങ്ക് യു.